യെസ്, കേരളം വിധി എഴുതിയിരിക്കുകയാണ്. 77.88% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക്. അതിൽ 28 മണ്ഡലങ്ങളിൽ 80%-ലധികം പേർ വോട്ട് ചെയ്തിരിക്കുന്നു. അവസാന കണക്ക് വരാനിരിക്കുന്നു. 80-നോട് അടുത്ത് പോളിംഗ് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 1987 ശേഷം ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഇത്. ഒരുപാട് നല്ല കാഴ്ചകൾ ഇന്ന് വോട്ടെടുപ്പ് ദിവസം നമ്മൾ കാണുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മോഹൻലാൽ വരി നിന്ന് വോട്ട് ചെയ്യുന്നു, മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തുന്നു, നടന്മാരും നടിമാരും ഒക്കെ വോട്ട് ചെയ്യാൻ, കല്യാണ പെണ്ണും ചെറുക്കനും വോട്ട് ചെയ്യാനെത്തുന്നു. വോട്ട് ചെയ്യാൻ വന്ന മുഴുവൻ പേരോടും മാധ്യമങ്ങളിൽ ആ അനുഷ്ഠാന ചോദ്യം ചോദിക്കുന്നു, സർക്കാർ മാറുമോ എന്നാണ് മനസ്സിൽ. അവർ കൃത്യമായിട്ട് ആര് ഭരിച്ചാലും നല്ലവർ വരട്ടെ, നല്ലവരാണല്ലോ നമുക്ക് വേണ്ടത്. എന്നാലും മാധ്യമങ്ങൾ അടുത്ത വരുന്ന ആളും ചോദിക്കും എന്താണ് അത് കിട്ടാൻ വേണ്ടി. പക്ഷെ അവരൊരിക്കലും അത് പറയില്ല, ഒരാളെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ രസമായി. അതെ, മമ്മൂട്ടി ഒന്നും ഈ സമീപകാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി തന്റെ ശരീരത്തെ എവിടെയും പോട്ടെ. നിങ്ങൾ മൈക്ക് വെക്കുന്ന എത്ര വോക്സ് പോപ്പിൽ എത്ര പേര് രാഷ്ട്രീയം പറയുന്നുണ്ട്? അല്ല, സിനിമക്കാർ പൊതുവെ രാഷ്ട്രീയം പറയാൻ മടിയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ പല കാര്യത്തിലും, അതായത് മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ താൻ ഒരു പാർട്ടി സെക്രട്ടറിയോട് മാറി വയ്ക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിന്റെ കൂടെ നിന്ന് പോലും തന്റെ രാഷ്ട്രീയം വെളിപ്പെട്ടു പോകരുത് എന്നതിന്റെ മൂഡ് മനസ്സിലാക്കിയ മട്ടില്ല അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും വോട്ടവകാശം അവർ വിനിയോഗിച്ചു. ഈ പറയുന്ന 77.88% ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ്. ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു. തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറാണ് മമ്മൂട്ടി. പൊന്നുരുന്നി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് GLP സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മുടവൻമുകൾ സ്കൂളിലാണ് നടൻ മോഹൻലാൽ വോട്ട് ചെയ്തത്. പൃഥ്വിരാജും ഭാര്യ സുപ്രിയയെയും തേവര ഫിഷറീസ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്തു. എറണാകുളം മണ്ഡലത്തിലെ കടവന്ത്ര YMCA സ്കൂളിലെ ബൂത്തിൽ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരും ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി. പ്രധാന പരിഗണന നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അനുസ്യൂതമായ തുടർച്ച തന്നെയാണ്. നടന്മാരായ കൃഷ്ണകുമാർ, നിഷാന്ത് സാഗർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. സംവിധായകനും നടനുമായ ലാൽ തൃക്കാക്കര മണ്ഡലത്തിലെ പടമുകൾ ജമാഅത്ത് സ്കൂളിൽ വോട്ട് ചെയ്തു. നടൻ ആസിഫ് അലിയും കുടുംബവും തൊടുപുഴ കുമ്പക്കല്ല് BTM LPU സ്കൂളിലാണ് വോട്ട് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.